നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ നമ്മുടെ അക്കൗണ്ടിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ATM കൗണ്ടർ വഴി ചേഞ്ച് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഒരു ആക്സിസ് ബാങ്കിൻ്റെ ATM കൗണ്ടറിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡ് കൃത്യമായിട്ട് തന്നെ മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ നിലയിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നതായിട്ട് കാണാം. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് തിരഞ്ഞെടുക്കാനാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് നമ്മളിവിടെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് ആവശ്യമായിട്ട് വരുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ATM പിൻ നമ്പർ കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. പിന്നീട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലയിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് വീണ്ടും ഇനേബിൾ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഇടതുഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നിലയിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇനേബിൾ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. പിന്നീട് നമുക്ക് സ്ക്രീനിൽ നിലയിലേക്ക് അപ്ഡേറ്റ് ചോട്ടിൽ ക്യാൻസൽ എന്നീ രണ്ട് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിവിടെ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. പിന്നീട് നിലയിലേക്ക് പ്ലീസ് എൻ്റർ യുവർ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ, അതായത് നമ്മളിപ്പം പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് തന്നെ തെറ്റൊന്നും കൂടാതെ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവർ ആ മൊബൈൽ നമ്പർ ഒരു തവണ കൂടി റീ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതും നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതോടെ നമ്മുടെ പ്രോസസ്സ് കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ഈ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.